മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള അജിത് കുമാർ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞു. അതായത് കൊല്ലത്തെ അഭിഭാഷകർ എന്തൊക്കെയോ മോശപ്പെട്ട പ്രവൃത്തികൾ കൊല്ലത്ത് എന്നൊക്കെ വളരെ ആവേശപൂർവ്വം അദ്ദേഹം പറഞ്ഞു. കൊല്ലത്തെ കാര്യം, ഞാൻ കൊല്ലത്തെ ഒരു അഭിഭാഷകനാണ്. ഈ കാര്യങ്ങൾ, അതായത് ഈ ആടാനടിയുടെ കേസുമായി ബന്ധപ്പെട്ട ദിവസം ഉണ്ടായതാണ് ഈ സംഭവങ്ങൾ. അതെല്ലാം അന്ന് അവിടെ നടന്നതെന്ന് പറയുന്നത് അവിടുത്തെ ജില്ലാ കോടതി ബഹുമാന്യനായിട്ടുള്ള ജില്ലാ ജഡ്ജ് ജോർജ് മാത്യു സാറ് വളരെ ഉയർന്ന നീതിബോധത്തോടുകൂടി അവിടെ യാതൊരു പ്രശ്നവും മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിൽ ഇന്ന് ഇതേവരെ ഉണ്ടായിട്ടില്ല. വളരെ സൗഹാർദ്ദപരമായി മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും പോകുന്ന ഒരു സാഹചര്യമാണ് കൊല്ലത്തുള്ളത്. അപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ അജിത് കുമാറിനെ പോലുള്ള ആളുകൾ ഇനി കൊല്ലത്തും കൂടെ ഒരു ആര് വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഗവേഷണം ഇത്തരത്തിലുള്ള ചർച്ചകൾ ചെയ്യുന്നത് ശരിയാണോ? കൊല്ലത്ത് യാതൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായില്ല. രണ്ട് ഞാൻ ലാലിന്റെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരികയാണ്. എന്നെ പറയാൻ അനുവദിക്കൂ. ശാസ്ത്രമംഗല സാന്ധിക്ക് എടുക്കുന്ന ഒരു സമീപനം അജിത് കുമാർ എടുത്താൽ എനിക്ക് ഇതിനേക്കാളും ഒച്ച എടുക്കേണ്ടി വരും. അതാണ് ഇതിനകത്ത് പ്രശ്നം. നിങ്ങൾ രണ്ടുപേരും കൂടെ രണ്ട് സ്ഥലത്തിരുന്ന് അവതാരകനും മറ്റൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനും കൂടെ ഞങ്ങൾ രണ്ട് വക്കീലന്മാരെ വിളിച്ചിരുത്തി കളിയാക്കാനാണ് പരിപാടിയെങ്കിൽ എനിക്ക് അതിനേക്കാളും ഒച്ചയിൽ സംസാരിക്കേണ്ടി നല്ല ഉയർച്ചയിൽ നല്ല സഹിക്കാൻ ഒരു പരിപാടിക്ക് പറ്റില്ല. അപ്പൊ പിന്നെ രണ്ട് അഭിഭാഷകരാണ് ഞാൻ ഈ തൊണ്ട കൊണ്ട് ശ്രമിക്കുന്നത്. നമ്മുടെ അജിത് കുമാർ സാറ് അഡ്വക്കേറ്റ് പ്രജിയോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. അജിത് കുമാർ പറഞ്ഞതിനുള്ള മറുപടി ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് എന്റെ ചോദ്യത്തെ എടുക്കുന്നത്. പറ്റില്ല. കൊല്ലത്തെ അഭിഭാഷകർ ഒരു മാധ്യമക്കാരോട് പെരുമാറിയിട്ടില്ല. പറഞ്ഞു തീർന്നില്ല. കൊല്ലത്തെ കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. താങ്കൾ എനിക്ക് മറുപടി പറഞ്ഞതിനെ കുറിച്ച് മാത്രമേ എന്റെ പ്രതികരണമുള്ളൂ. കൊല്ലത്ത് മാധ്യമങ്ങളും പത്രക്കാരും തമ്മിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ കോടതിയിൽ അകത്തേക്ക് മാധ്യമപ്രവർത്തകർ കയറരുത് എന്ന് SI പോലീസ് വന്ന് പറയുന്നു. കാരണം പറയട്ടെ, പോലീസ് സ്വപ്നം കണ്ടോണ്ട് രാവിലെ സ്വപ്നം കണ്ട് പോലീസുകാരും വന്ന് പറഞ്ഞതല്ല. അതെ, ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. പറഞ്ഞു അഭിഭാഷകർ പ്രശ്നമുണ്ടാക്കും, അഭിഭാഷകരും പത്രക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകും എന്ന് ജഡ്ജി പോലീസിനോട് പറഞ്ഞു. അതുകൊണ്ട് അഭിഭാഷകർ വയലന്റ് ആയി നിൽക്കുകയാണ്. അതുകൊണ്ട് അജിത് കുമാർ പറഞ്ഞതിന് ബഹുമാന്യനായിട്ടുള്ള ജില്ലാ കോടതി അങ്ങനെ ഉയർന്ന നീതിബോധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റെന്താ? നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ അഡ്വക്കേറ്റ് പ്രജി എന്റെ ചോദ്യത്തിന് മറുപടി പറയുക. ഇപ്പൊ ഈ കൊല്ലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കോഴിക്കോട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കൊച്ചിയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇന്ന് കോഴിക്കോട് ഉൾപ്പെടെയുള്ള എന്റെ ചോദ്യം കേൾക്കൂ അജിത് കുമാർ ഒരു മിനിറ്റ്. അഡ്വക്കേറ്റ് പ്രജി എന്റെ ചോദ്യം ഇതാണ്. ഈ പറഞ്ഞ കോടതികളിലൊക്കെ പോലീസുകാർ വന്ന് പറയുന്നത് അവിടെ അഭിഭാഷകർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ട്, അത് ജഡ്ജിയോട് അറിയിച്ചിട്ടുണ്ട്, ജഡ്ജി അതിനകത്ത് സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ അകന്നു നിൽക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ. പ്രജി, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയൂ. അജിത് കുമാർ ശ്രദ്ധിക്കാതിരിക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എല്ലാ കോടതികളിലും വരുന്ന പ്രശ്നം അഭിഭാഷകരാണ് അഭിഭാഷകർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തണം. ഈ രണ്ടുപേർക്ക് ഒരേ അവകാശമല്ലേ കോടതിയിലുള്ളത്? അല്ല, ഒരിക്കലുമല്ല. കോളേജിൽ പ്രൊഫസർക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന കണക്കാണ് അഭിഭാഷകർക്ക് കോടതിയിൽ ഈ കോളേജിൽ ഒരു മിനിറ്റ് പ്രജി, ഞാൻ പറഞ്ഞു കേൾക്കൂ. അഡ്വക്കേറ്റ് പ്രജി ഞാൻ പറഞ്ഞു കേൾക്കൂ. കോളേജിൽ പ്രൊഫസർ പോയി ആ കോളേജിൽ ഒപ്പിടുന്നുണ്ട്, അവിടുന്ന് ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. ഈ അഭിഭാഷകൻ അവിടെ പോയി ഒപ്പിടുന്നില്ല. അവിടുത്തെ ജഡ്ജിയെ സമ്മതിക്കാം, അവിടുത്തെ സ്റ്റാഫിനെ സമ്മതിക്കാം. അഭിഭാഷകർ അവിടുത്തെ ഒരു വാദിക്കോ പ്രതിക്കോ വേണ്ടിയാണ് അവിടെ പോകുന്നത്. ഒരു അഭിഭാഷകൻ എന്ന് പറയുന്നത് ഒരു കോടതിയിലെ ഓഫീസറാണ് നിയമപരമായി.
നിയമപരമായ ഒരു കോർട്ട് ഓഫീസറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കക്ഷിയുടെ കയ്യിൽ നിന്ന് വക്കാലത്ത് മേടിച്ച് കേസ് നടത്താനായി കോടതിയിൽ എത്തുന്ന അഭിഭാഷകനുള്ള കോടതിക്കകത്തെ അവകാശം ഒരു മാധ്യമ പ്രവർത്തകനുമില്ല. ആ പ്രതിയോ വാദിയോ എന്റെ വക്കാലത്തുമായി ഇയാൾ പോകണ്ട, ഞാൻ ഒറ്റയ്ക്ക് വാദിക്കാന്ന് പറഞ്ഞാൽ ആ ഓഫീസറുടെ ജോലി അവിടെ തീർന്നു. ഞാൻ പറയട്ടെ ഒരു ചോദ്യം ഇതാണ്. അവിടെ പറയട്ടെ, നിങ്ങൾ പറയുന്ന ഈ അഡ്വക്കേറ്റ് ഓഫീസറെ പോലെ തന്നെയാണ് അവിടെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള റിപ്പോർട്ടിംഗ് ഓഫീസറാണ്. ആ പദവിയുടെ പേര് അങ്ങനെ മാറ്റിയാൽ ഈ മാധ്യമ പ്രവർത്തകനും അത്രേ ഉള്ളൂ. ഓഫീസർ എന്നുള്ള പദവി നിങ്ങൾ തന്നെ എഴുതി വെച്ചാൽ ആവില്ല. നമ്മുടെ ഈ ചർച്ചയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട്. അതായത് നമ്മുടെ സുപ്രീം കോടതിയിൽ വ്യക്തമായ ഗൈഡ് ലൈൻസ് ജേർണലിസം, ഈ കോടതി മുറിക്കകത്തെ ജേർണലിസം എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ മാർഗരേഖകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ നാട്ടിലെ സാധാരണ പൗരന്മാർക്കും വക്കീലന്മാരും പൗരന്മാരെന്നുള്ള നിലയിൽ അത് പരിശോധിക്കാനുള്ള അവകാശം അഭിഭാഷകർക്കും മാധ്യമപ്രവർത്തകർക്കും ഒരുപോലെ മാർഗനിർദ്ദേശം വേണം. നിങ്ങൾ എന്തിനാണ് മാധ്യമപ്രവർത്തകർക്ക് മാത്രം മാർഗനിർദ്ദേശം വേണമെന്ന് നിങ്ങൾ അഭിഭാഷകരുടെ മാർഗനിർദ്ദേശത്തെ സംബന്ധിച്ച് അഡ്വക്കേറ്റ്സ് ആക്ട് ഉണ്ട്. അതനുസരിച്ചാണ് അഭിഭാഷകൻ പ്രവർത്തിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അഭിഭാഷകർ അഡ്വക്കേറ്റ്സ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് ചോദ്യം ചെയ്യാൻ ബാർ കൗൺസിൽ ഉണ്ട്. മാധ്യമ പ്രവർത്തകർക്കും ഇതുപോലെ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രസ് കൗൺസിൽ ഉണ്ട്. അതല്ലെങ്കിൽ ബാക്കിയുള്ള നിയമങ്ങളുണ്ട്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന തെറ്റിച്ചുവെങ്കിൽ, CRPC തെറ്റിച്ചുവെങ്കിൽ നിങ്ങൾക്ക് അത് കോടതിയിൽ പറയാം. കോടതിയിൽ വേറെ നിയമങ്ങളുണ്ട്, അതനുസരിച്ച് തീരുമാനിക്കാം. നിങ്ങൾ അതല്ലാതെ കോടതി മുറികളിൽ പോയി ജഡ്ജിമാരുടെ അടുത്തൊക്കെ പോയി നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് പറഞ്ഞ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഉണ്ടാക്കി മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്താൻ ശ്രമിച്ചാൽ അത് കണ്ട് പോലീസുകാരും പഠിക്കും. അതാണ് ഇന്ന് സംഭവിച്ചത്. അല്ലല്ല, അങ്ങനെ മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ടില്ല. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ വ്യക്തമായും ശക്തമായും സുദൃഢമായും പറഞ്ഞിട്ടുണ്ട്, there is no ban for journalism inside the court. ശ്രീ ഷിജു ഖാൻ, ഈ ജുഡീഷ്യൽ എമർജൻസി പോലെയുള്ള കാര്യങ്ങൾ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുന്നത്. സമൂഹത്തിൽ ഈ രീതിയിൽ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ആരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? അത് തിരിച്ചറിയേണ്ടത് പൊതുസമൂഹമാണ്. നിങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളാണ്, സമൂഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക സംഘടനകളുമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ? പൊതുജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കോടതിയിൽ നിന്ന് മാറ്റുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റുന്നു. നാളെ എല്ലായിടത്തുനിന്നും മാറിയാൽ ഈ മാധ്യമ പ്രവർത്തകർക്ക് വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങിക്കാൻ ചിലപ്പോൾ പറ്റുമല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും. പക്ഷെ ജനങ്ങളുടെ കാര്യത്തിലുള്ള അവകാശങ്ങൾ ആര് സംരക്ഷിക്കും? വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ, പ്രത്യേകിച്ച് കോടതികളിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന വിഭാഗമാണ് മാധ്യമങ്ങൾ. ഒരു പഴയ കാലത്തെ വാദിയും പ്രതിയും അഭിഭാഷകനും ജഡ്ജിയും എന്ന സങ്കല്പത്തിൽ നിന്ന് തീർത്തും വിഭിന്നമായി ജനങ്ങൾക്ക് ഈ കേസിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാകുക, ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് മാധ്യമങ്ങൾ പ്രധാനമായും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക്. അതുകൊണ്ട് മാധ്യമങ്ങളെ കോടതിയിൽ നിന്ന് വിലക്കുക, നിരോധനം ഏർപ്പെടുത്തുക എന്ന നിലപാടിനോട് ഒരിക്കലും യോജിക്കാനാവില്ല. അത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, ലോകത്ത് വളർന്നു വരുന്ന നീതിന്യായ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ പല രാജ്യങ്ങളിലെയും കോടതികളിൽ ലൈവ് ടെലികാസ്റ്റിംഗ്, ടെലിവിഷൻ ചാനലുകളുടെ ലൈവ് ടെലികാസ്റ്റിംഗ് അനുവദിച്ച സന്ദർഭങ്ങൾ വരെ പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. മികച്ച കോടതി വക്താക്കളെ, കോടതി വാർത്തകൾ പുറത്ത് കൊടുക്കാൻ, പത്രക്കാർക്ക് കൊടുക്കാൻ, ചാനലുകൾക്ക് കൊടുക്കാൻ എക്സ്പേർട്ടുകളായിട്ടുള്ള മികച്ച വക്താക്കളെ വരെ നിയമിക്കുന്ന സാഹചര്യം ലോകത്ത് കാണാം. അപ്പോഴാണ് കേരളത്തിൽ അഭിഭാഷകരും മാധ്യമങ്ങളും തമ്മിൽ അനഭിലഷണീയമായ ഒരു സംഘർഷം ഉണ്ടായത്. അത് എറണാകുളത്ത് ഉണ്ടായി, പിന്നീട് കേരളത്തിൽ പലയിടങ്ങളിലും അത് വളർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഏറ്റവും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിൽ നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ ഒരു ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിഭാഷകരുടെ അവകാശങ്ങളിൽ കടന്നു കയറാതെ, മാധ്യമങ്ങളുടെ അവകാശങ്ങളിൽ കടന്നു കയറാതെ അവരെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലാണ് ഗവൺമെൻറ് നിർവഹിച്ചത്.
രണ്ടാമത്തെ കാര്യം, ഇന്ന് കോഴിക്കോട് ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ പോലീസ് സേനയിൽ പലപ്പോഴും ചില ഉദ്യോഗസ്ഥർ, ചില ഒറ്റപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന സമീപനം ജനാധിപത്യ വിരുദ്ധമാകാറുണ്ട്, നിയമവിരുദ്ധമാകാറുണ്ട്, പൊതുസമൂഹത്തിൻ്റെ സമാധാനപൂർണമായ ജീവിതത്തിനെതിരാകാറുണ്ട് ചില ഒറ്റപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അതിൽ ഒരാളായിട്ടാണ് കോഴിക്കോട്ട് ഇന്ന് ഇത്തരം സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത SI ശ്രീ വിനോദിനെ സംബന്ധിച്ച് കാണേണ്ടത്. DYFIയുടെ നേതാവ് സഖാവ് മുഹമ്മദ് റിയാസ് ഈ പ്രസ്തുത SIയെ സംബന്ധിച്ച് വിശദമായി ഇവിടെ പറഞ്ഞു. ഞാൻ അക്കാര്യങ്ങളിൽ കടക്കുന്നില്ല. പോലീസുകാരുടെ സമീപനം, പോലീസ് സേനയുടെ സമീപനം ജനകീയമായിരിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങളോട് ശരിയായ വിധത്തിൽ പഠിക്കുകയും അതിനോട് സംയമനപൂർവ്വം പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകേണ്ടത്. ഒരുപക്ഷെ ഈ പറഞ്ഞ രീതിയിൽ ഒറ്റപ്പെട്ട സംഭവമായിരിക്കെ തന്നെ ഇതിനെ ആളി കത്തിക്കാൻ ശ്രമിക്കുന്ന ചിലരെങ്കിലും കാണും. എല്ലായിടത്തും ഉണ്ടോ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവർ? അവർക്ക് ചില ഗുണങ്ങൾ ഇതുവഴി ഉണ്ടാകാം, രാഷ്ട്രീയമായിട്ടാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭമുള്ളവരും ഉണ്ടാകാം. അതൊക്കെ ഒരുപക്ഷെ കണ്ടെത്തണം. ഇവിടെ പോലും എല്ലാ അഭിഭാഷകരെയും എല്ലാ മാധ്യമപ്രവർത്തകരെയും പ്രശ്നക്കാരായി കാണേണ്ടതില്ല. പക്ഷേ ചർച്ച ചെയ്ത് വരുമ്പോൾ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നം ഇന്നിപ്പോൾ പോലീസും കൂടി അതിനകത്ത് ചേർന്നു എന്ന രീതിയിലേക്ക് വരുന്നു. ഭരണകൂടം എവിടെ നിൽക്കുന്നു? വലിയ താത്വികമായ അവതരിപ്പിക്കലുകളും ചർച്ചയുമാണ് നടക്കുന്നത്. ഇതിലെ പ്രശ്നക്കാരെ കണ്ടെത്തി ആ പ്രശ്നക്കാർക്ക് നേരെ നടപടിയെടുത്ത് ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ അവകാശ ലംഘനത്തെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് പൊതുജനങ്ങളെ അവരുടെ അവകാശങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം നാളെയും മാധ്യമപ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും കൂട്ടരുടെ ആക്രമണത്തെ ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ UDF, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്ക് നീതിന്യായ രംഗത്തെ സംബന്ധിച്ചറിയാം, ജുഡീഷ്യറിയുടെ പല ഘടകങ്ങളെ സംബന്ധിച്ചറിയാം, മാധ്യമങ്ങളെ സംബന്ധിച്ചറിയാം. പക്ഷേ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെതിരായി ഈ അഭിഭാഷക മാധ്യമ തർക്കം വളർത്തിയെടുക്കാനാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ, പിന്നെ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, UDF പല നേതാക്കന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് വരേണ്ടതില്ല. കാരണം അഭിഭാഷകരും മാധ്യമങ്ങളും ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണവും സമന്വയവുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി കോടതികളിലേക്ക് ഒരു ഗവൺമെന്റിന് കോടതികളിലെ സമാധാന നില സ്വാഭാവികമായും നിലനിർത്താൻ അതിൽ ജുഡീഷ്യറിയുടെ സഹായത്തോടുകൂടി വലിയ ശ്രമമാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദയവേത് കേരളത്തിലെ മികച്ച അഭിഭാഷകരും മികച്ച മാധ്യമ പ്രവർത്തകരും, അത് ദേശീയ നിലവാരത്തിലേക്കെന്നോ പല ആളുകളെയും ഒരു അന്തർദേശീയ നിലവാരത്തിലേക്കെന്നോ വളരെ സാഹസികമായി മാധ്യമരംഗത്തും നീതിന്യായ രംഗത്തും പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ ഒട്ടേറെ അഭിഭാഷകർ. ഇത്തരം സംഘർഷങ്ങൾ അഭിഭാഷകരും മാധ്യമ പ്രവർത്തകരും ഒരു മുൻവിധിയോടെ സമീപിക്കാതെ ഇത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംയമനപൂർവ്വമുള്ള ഒരു സമീപനം സ്വീകരിക്കണം. ജനങ്ങൾ അത് ആഗ്രഹിക്കുകയാണ്. കോടതികൾ തർക്കങ്ങൾ പരിഹരിക്കേണ്ടുന്ന കേന്ദ്രങ്ങളാണ്. ആരുമില്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നത്. ശ്രീ അജിത് കുമാർ, മാധ്യമപ്രവർത്തകരും ഇല്ല, അഭിഭാഷകരും ഇല്ല ഇങ്ങനെ ഈ പ്രശ്നത്തെ വഷളാക്കണം എന്ന് കരുതുന്നവർ. പക്ഷേ ഇന്നിപ്പോൾ ഹൈക്കോടതി രജിസ്ട്രാറിൽ നിന്ന് പോലും ഒരു പ്രസ് റിലീസ് വന്ന് ഈ വിലക്കില്ല എന്നും മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ജോലി ചെയ്യാം, അവിടെ മാധ്യമപ്രവർത്തകർക്ക് വിലക്കില്ല, പ്രവേശിക്കാം, റിപ്പോർട്ട് ചെയ്യുന്നതിന് തടസ്സമില്ല, ആകെയുള്ളത് ജഡ്ജിയുടെ ചേംബറിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുമതി വേണം. അതിപ്പോൾ എവിടെ ഏത് മുറിയിൽ കയറി ചെല്ലണമെങ്കിലും അദ്ദേഹത്തിന് അവിടുത്തെ ആ മുറിയിൽ ഇരിക്കുന്ന ആളുടെ അനുമതി വേണം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. പക്ഷേ ഈ മാധ്യമപ്രവർത്തകരുടെ തൊഴിലിന് പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ഈ രീതിയിൽ ഇപ്പോൾ പ്രശ്നം സങ്കീർണമായി നിൽക്കുമ്പോഴെങ്കിലും തെറ്റ് തിരുത്തുന്ന രീതിയിലേക്ക് ഉത്തരവുകൾ വരുമ്പോൾ ആരാണ് പിന്നെയും മാധ്യമപ്രവർത്തകരുടെ അവകാശമാണോ ഇത് എന്ന് പറഞ്ഞ് കോടതി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പിന്നെയും ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ട് വേണമോ കോഴിക്കോട്ടെ പ്രശ്നത്തെയും ഇപ്പോൾ ആളിക്കത്തിക്കുന്നതിനെ കാണാൻ? രജിസ്ട്രാർ ഇങ്ങനെ ഉത്തരവിറക്കാൻ കാരണം അവിടെ ഒരു നിരോധനം ഉണ്ടായിരുന്നു. അത് അല്ലെങ്കിൽ നിരോധനം ഇല്ലെങ്കിൽ പിന്നെ ഒരു ഉത്തരവിന് എന്താണ് പ്രസക്തി? അവിടെ ഇപ്പോൾ തന്നെ വ്യക്തമല്ല അവിടുത്തെ മീഡിയ റൂം തുറക്കുമോ എന്ന് വ്യക്തമല്ല. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോഴും അവിടെ നിരോധനമുണ്ട്, ആ ഉത്തരവിൽ നിന്ന് അത് വ്യക്തമാക്കാത്തിടത്തോളം. അപ്പോൾ ഇപ്പോൾ നിരോധനമില്ല എന്ന് രജിസ്ട്രാർ ഉത്തരവിറക്കാൻ കാരണം അവിടെ നിരോധനമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന്, കൊല്ലത്ത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം, കോടതി വളപ്പിലൊക്കെ മാധ്യമപ്രവർത്തകർ അഴിഞ്ഞാടുന്നു, മാധ്യമപ്രവർത്തകർ തോന്നിവാസം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അഭിഭാഷകരൊക്കെ കോടതി വളപ്പിൽ സത്യസന്ധമായ ഗാന്ധിയന്മാരായിട്ടും വളരെ ശുദ്ധാത്മാക്കളായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നെങ്കിൽ അത് സന്ദർഭമാണ്.
അത് ഞാൻ തെറ്റ് കാണുന്നില്ല. ഞാൻ ആരോപണമല്ല. അഡ്വക്കേറ്റ് പ്രജി പറഞ്ഞു അല്ല, അഭിഭാഷകർ മാധ്യമപ്രവർത്തകർ കൊല്ലത്ത് മാധ്യമപ്രവർത്തകർ അകത്ത് കയറ്റിയില്ല. അല്ല, മാധ്യമപ്രവർത്തകർ അകത്ത് കയറ്റിയില്ല. അതാണ് കൊല്ലത്ത് നടന്നത്. കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട്ട് അവസാനം ഈ പ്രമേയത്തോടെ പോലീസും മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച പോലീസിന് പ്രോത്സാഹനം നടത്തുന്ന ഒരു പ്രമേയം കൂടി അവിടുത്തെ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പുറപ്പെടുവിച്ചതോടുകൂടി ആ ബന്ധം വ്യക്തമായിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ വീണ്ടും എന്തിന് ആദ്യം പോലീസ് നേരത്തെ മാധ്യമപ്രവർത്തകർ അവിടെ വണ്ടി കൊണ്ടിട്ടു, അത് പാർക്കിംഗ് ഏരിയയിൽ വേണ്ടിയിരുന്ന സ്ഥലത്തല്ല കൊണ്ടിട്ടത് എന്നൊക്കെ പറഞ്ഞ ശേഷം രണ്ടാമത് ആദ്യത്തെ പ്രശ്നം തീരട്ടെ, തെറ്റ് മാധ്യമപ്രവർത്തകരാണെന്നിരിക്കട്ടെ, പക്ഷേ രണ്ടാമത് എന്തിന് മാധ്യമപ്രവർത്തകരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടുപോയി? എന്തിന് ബ്യൂറോ ചീഫ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഇരുമ്പഴിക്കുള്ളിലാക്കി? എന്തിന് മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നടങ്കം അവിടെ സമ്മേളിക്കേണ്ടി വന്നു? എന്തിന് കമ്മീഷണർ ആ സ്ഥലത്തെത്തേണ്ടി വരുന്നു? ആ കമ്മീഷണർ അവിടെ പുറത്ത് ജനക്കൂട്ടം എന്തിന് പ്രതിഷേധിക്കേണ്ടി വന്നു? കമ്മീഷണർ അവിടെ നിന്ന് ESIയെ സസ്പെൻഡ് ചെയ്തതായിട്ട് ഉത്തരവിട്ടിട്ടും അയാൾ മാധ്യമപ്രവർത്തകരോട് മുലഭ്യം പറയുകയും മാധ്യമപ്രവർത്തകരെ ആക്രോശിക്കുകയും ചെയ്തെന്തിന്? അത് അങ്ങനെയുള്ള ഗവൺമെൻറ് പോലും സസ്പെൻഡ് ചെയ്ത ഒരു പോലീസുകാരന് വേണ്ടി വക്കാലത്തെടുക്കാൻ കോടതിയിൽ വക്കാലത്താൽ അതിന് അന്തസ്സുണ്ട്. ഒരു പ്രമേയത്തിലൂടെ വക്കാലത്തെടുത്ത് ഇത്രയും തരം താണ തരത്തിൽ പ്രവർത്തിക്കാൻ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളല്ലാതെ എന്താണ് പ്രേരിപ്പിച്ചത്? അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം മജീദ്, ഈ പറഞ്ഞ രീതിയിൽ ഈ പോലീസുകാരൻ്റെ ചെയ്തികളെ ആരും അനുകൂലിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇവിടുത്തെ പ്രശ്നങ്ങളെയൊക്കെ വഷളാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ച ആ പോലീസുകാരൻ്റെ നടപടിയെ തെറ്റാണെന്ന് കണ്ട് അദ്ദേഹത്തിനെതിരെ പോലീസ് മേലുദ്യോഗസ്ഥർ തന്നെ നടപടി എടുത്തിരിക്കെ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്താണ് തെറ്റ് എന്ന്, പൊറുക്കാൻ വയ്യാത്ത തെറ്റ് അതാണ് എന്ന് പറഞ്ഞ് താങ്കളെപ്പോലുള്ളവർ ഇപ്പോഴും നിൽക്കുന്നത്? ഈ മാധ്യമപ്രവർത്തകർ അത്രമാത്രം ജനവിരുദ്ധമായ പരിപാടികൾ ചെയ്യുന്നവരാണ് എന്ന് താങ്കളെപ്പോലുള്ളവർ മനസ്സിൻ്റെ ഏതെങ്കിലും കോണിൽ വിശ്വസിക്കുകയാണോ? അതിനോട് ഉത്തരം പറയണം. ക്ഷമിക്കണം. മിസ്റ്റർ അജന്താലെ മജിത് കുമാർ ഇപ്പോൾ പറഞ്ഞത് ഈ കുരുടൻ ആനയെ കണ്ടതുപോലെയാണ്. ഇന്ന് കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പാസ്സാക്കിയ പ്രമേയം 100% ഞാൻ പറയാം അദ്ദേഹം വായിച്ചിട്ടില്ല. ആ പ്രമേയത്തിൽ സബ് ഇൻസ്പെക്ടർ ന്യായീകരിച്ച ഒന്നുള്ള പ്രശ്നം അവിടെ എന്തുണ്ടായി സംഭവം, ആ സംഭവത്തെ പറ്റി ഇന്നതുപോലെ ആ സബ് ഇൻസ്പെക്ടർ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും സബ് ഇൻസ്പെക്ടറും തമ്മിൽ സംസാരമുണ്ടായി. അയാൾ അവരോട് വാഹനം എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. വാഹനം എടുത്ത് നിങ്ങൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബൈ ഫോഴ്സ് ഞാൻ വാഹനം എടുത്ത് മാറ്റേണ്ടി വരും. അങ്ങനെ പോലീസ് ഡ്രൈവർ അതിനകത്ത് കയറി. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഡ്രൈവറും പോലീസ് ഡ്രൈവറും തമ്മിൽ സംസാരമുണ്ടായി. അവിടെ പ്രിവെൻറ്റീവായിട്ട് ആൾക്കാരെ റിമൂവ് ചെയ്തു. ഞാനൊന്ന് വളരെ ശാന്തമായി അങ്ങോട്ട് ചോദിക്കുകയാണ്, കാരണം അങ്ങ് ഈ ശാന്തത വെടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇൻഡയറക്റ്റായി ഈ പ്രശ്നം എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്ന് നോക്കുക. അവിടെയും മാധ്യമപ്രവർത്തകർ ഈ കോടതി വളപ്പിനകത്തേക്ക് കയറേണ്ടവരല്ല എന്നുള്ള ഒരു വശത്ത് നിന്നുകൊണ്ടാണ് ഈ വാദങ്ങളൊക്കെ നിരത്തുന്നത്. അവർ അവിടെ വരേണ്ടവരല്ല, എന്തോ ഒരു അബദ്ധം കാണിച്ച് അവരുടെ വണ്ടിയൊക്കെ അതിനകത്ത് കയറിപ്പോയി, അതങ്ങ് മാറ്റി നിർത്തണം, അവരവിടെ വരേണ്ടവരല്ല, ഈ അഭിഭാഷകർ മാത്രമാണ് അവിടെ ഉണ്ടാകേണ്ടത്, പോലീസ് എന്തോ ശരിയായ കാര്യം ചെയ്തു. ഞാൻ കാലിക്കറ്റ് ബാർ അസോസിയേഷന്റെ പ്രമേയം വായിക്കാം. We, the members of Calicut Bar Association, wholeheartedly support and appreciate the timely and appropriate action taken by the police to ensure law and order in the court premises and acting according to the prevailing oral direction of the Honorable Judge in this regard. We also condemn the action of the media in trying to create an untruly and potentially dangerous situation in the court premises. We strongly believe that if the police had not intervened and taken preventive action, the members of the association would have objected their presence in the court premises, and thereby the smooth functioning of the courts would have been disturbed, and there was even possibility of law and order situation similar to the incidents taken place at the gate of Honorable High Court Kerala to Ernakulam and at the gate of District Court premises Trivandrum last week. ഒരു തരത്തിലും ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ധാരണകളുടെ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നതല്ല ഈ പ്രമേയത്തെ അനുകൂലിച്ച്. ഒരു കാര്യം,
ഞാൻ ഇതിനെ കാലിക്കറ്റ് സംഭവത്തെ ഹൈക്കോടതി സംഭവമായും ട്രിവാൻഡ്രം സംഭവമായും കൂട്ടിക്കെട്ടിയതിനെ അപലപിച്ചതല്ലേ നിങ്ങൾ? ആക്രമിച്ചല്ലേ വാക്കൗട്ട്? ഇപ്പോൾ അതിനെ രണ്ടിനെയും കൂട്ടിക്കെട്ടിയത് കാലിക്കറ്റ് അസോസിയേഷൻ അല്ലേ? ഇത് കണ്ടാ ഞങ്ങൾ നിയമം കയ്യിലെടുത്തേനെ എന്നല്ലേ എന്റെ അർത്ഥം? പോലീസ് ഇടപെട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തതിനും ഇന്നല്ലേ ഇതിന്റെ മലയാളം? അങ്ങനെയല്ലോ അങ്ങ് വായിച്ച പ്രമേയത്തിന്റെ അർത്ഥം അതല്ലല്ലോ. അതിന്റെ അർത്ഥം പിന്നെന്താ? അതിനർത്ഥം ഞാൻ പറയാം, മലയാളം ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാക്കുന്നവർക്കറിയാം. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇന്ന് രാവിലെ അവിടെ നടന്ന മീഡിയ പോലീസിന്റെ ഇടപെടൽ എന്തായിരുന്നു, എന്തുകൊണ്ട് അങ്ങനെ ഒരു സർക്കംസ്റ്റാൻസസ് ഉണ്ടായി. അതാണ് നേരത്തെ അങ്ങ് പറഞ്ഞത്. ഞാൻ അപ്പോഴാണ് ഒരു ചോദ്യം ചോദിച്ചത്, എന്താണ് ഇതിന്റെ അടിസ്ഥാനം? അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത്, അതായത് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു വരുന്നത് കോടതിക്കകത്ത് മാധ്യമപ്രവർത്തകരും നിങ്ങൾ മാത്രം മതി, അല്ലെങ്കിൽ അവിടെ സംഘർഷം ഉണ്ടാകും. അത് നിങ്ങൾ ജഡ്ജിയോട് പറയും. ഈ പോലീസ് അതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ പോലും അവിടെ പ്രശ്നം രൂക്ഷമാകും. അതായത് നിങ്ങൾ മാത്രമേ അവിടെ കയറാൻ യോഗ്യരായിട്ടുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. മലയാളം എന്താ? ഞങ്ങൾ പത്രക്കാരെ കൈകാര്യം ചെയ്തേനെ. ഇത് നടന്നില്ല, പോലീസുകാർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? എന്ത് തരത്തിലുള്ള എന്ത് ആഹ്വാനമാണ്? മലയാളം ഉണ്ടോ അതിന്? മനസ്സിലാക്കുന്ന എല്ലാം വേറൊരു തരത്തിലാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകര് മലയാള ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ശാസ്ത്രമംഗലം അജിത്ത് എന്ന മുതിർന്ന അഭിഭാഷകൻ അവിടെ ഇരിക്കുമ്പോൾ പ്രജിയെ പോലെ ജൂനിയർ ആയ ഒരാൾ ഇങ്ങനെ ഇടയ്ക്ക് കയറരുത്. അദ്ദേഹം പറയട്ടെ. അയാൾ പറഞ്ഞത് കാര്യമാണ്, അദ്ദേഹം പറഞ്ഞത് കാര്യമാണല്ലോ, കാര്യം ആർക്കും പറയാമല്ലോ. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ അങ്ങോട്ട് ജൂനിയർ സീനിയർ സാറ് മുതിർന്ന അഭിഭാഷകനാണെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്ന ആളാ. അതിനകത്ത് തർക്കമൊന്നുമില്ല. സാർ മുതിർന്ന അഭിഭാഷകൻ തന്നെയാണ്. പക്ഷേ ഒരു മുതിർന്ന അഭിഭാഷകന് കൊടുക്കേണ്ട എല്ലാ ഡ്യൂ റെസ്പെക്റ്റോടും കൂടിയാണോ ഈ ചർച്ച മുമ്പോട്ട് പോകുന്നതെന്നും കൂടെ പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കോടതിയിലാണ് പരിശോധിക്കണം. അതൊരു പക്ഷേ എതിർകക്ഷിയുടെ വക്കീൽ അങ്ങനെ ബഹുമാനമൊന്നും കൊടുക്കാറില്ലല്ലോ. ഞാൻ ജൂനിയർ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത്ത്, ഞാൻ ചോദിച്ചത് ഇതാണ്, നിങ്ങളുടെ മനസ്സിനകത്ത് പ്രജിയിലേക്ക് വരാം. അടുത്ത ശാസ്ത്രമംഗലം അജിത്ത്, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇതാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് ഇപ്പോഴും ഉള്ളത് കോടതിക്കകത്ത് കയറാൻ യോഗ്യരല്ലാത്തവരാണ് മാധ്യമപ്രവർത്തകർ എന്നാണോ? നോക്കൂ മിസ്റ്റർ അജിത് കുമാർ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. മിസ്റ്റർ അജിത്, അതിന് അത് പറയാം. മിസ്റ്റർ അജിത് കുമാർ അതിന് ഉത്തരം പറഞ്ഞിട്ട് അങ്ങ് അടുത്തേക്ക് പോകും. നിങ്ങൾ സാധാരണ എല്ലാ പേർക്കും മുതിർന്ന അഭിഭാഷകനല്ലേ, സംസാരിക്കാനുള്ള അവസരം കൊടുക്കൂ. മുതിർന്ന അഭിഭാഷകനാണെങ്കിലും തോന്നി പറയാൻ പാടില്ലല്ലോ. ഇത് ചർച്ചയ്ക്ക് സമയപരിധിയുണ്ട്. കേൾക്കൂ, മിസ്റ്റർ അജിത് കുമാർ പേജ് നമ്പർ 1 വായിച്ചില്ല, പേജ് നമ്പർ 2 ആണ് വായിച്ചത്. ഇല്ല, ശ്രീ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത്, ഈ എന്തായാലും അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത് പറയുന്നത്, ഞാനതാ പറഞ്ഞ അജിത്ത് പലപ്പോഴും മൊത്തം വായിക്കത്തില്ല, വായിച്ചോ വേണ്ട. ശാസ്ത്രമംഗലം അജിത്ത്, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. നമുക്ക് അതൊന്നും ആ പ്രമേയത്തിലേക്ക് വരാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിനകത്ത്, അഭിഭാഷകരുടെ മനസ്സിനകത്ത് ഈ മാധ്യമ പ്രവർത്തകർ കോടതിക്കകത്ത് കയറാൻ പാടില്ലാത്തവരാണ് എന്ന വിചാരമാണോ? എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ലാലും മിസ്റ്റർ അജിത് കുമാർ, എന്തായാലും ശാസ്ത്രമംഗലം അജിത്ത് കോടതിയിൽ ഉത്തരം പറയാൻ തയ്യാറല്ല. എന്നാൽ അഡ്വക്കേറ്റ് പ്രജിയെങ്കിലും പറയും, ഈ കോടതിക്കകത്ത് മാധ്യമ പ്രവർത്തകർ അതിനകത്ത് കയറാൻ പാടില്ലാത്തവരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതല്ല, അതാണ് ഞാൻ ഈ ചർച്ച തുടങ്ങിയ അവസരത്തിൽ ഞാൻ പറഞ്ഞത്. ഈ കോഴിക്കോട് നടന്ന സംഭവത്തിനകത്ത് തീർച്ചയായും ഒരു അന്വേഷണം വേണം. ആ അന്വേഷണത്തിനകത്ത് ചോദ്യം ഇതാണ്, ഈ കോടതിക്കകത്ത് മാധ്യമ പ്രവർത്തകർ കയറാൻ പാടില്ലാത്തവരാണ്, അത് വേണമെങ്കിൽ ഒരു പ്രത്യേക ഉത്തരവൊക്കെ ഉണ്ടാക്കി കയറിക്കോട്ടെ, അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അഭിഭാഷകരും ഈ ജഡ്ജിമാരും തമ്മിൽ തീർക്കേണ്ടതാണ് എന്ന വിചാരമാണോ നിങ്ങൾക്കുള്ളത്? ശാസ്ത്രമംഗലത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. ഇനി പ്രതി, നടന്ന ചർച്ചയിലെ ഞാൻ വളരെ CRPC-യിലെ 327-ാം വകുപ്പ് അനുസരിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞതാണ്. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ ഒരു അഭിഭാഷകനും പറയാൻ കഴിയില്ല തുറന്ന കോടതി മുറിയിൽ പ്രൊസീഡിങ്സ് നടത്തണ്ട എന്നോ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം വേണ്ട എന്നോ എനിക്കോ ശാസ്ത്രമംഗലം അജിത് സാറിനോ ഇന്ത്യയിലെ ഒരു അഭിഭാഷകനോ പറയാൻ കഴിയില്ല. കാരണം തിയറിയിലേക്ക് പോകാൻ സമയമില്ല. ഞാൻ പറയട്ടെ, അഡ്വക്കേറ്റ് പ്രജി പറഞ്ഞതുപോലെ, ശരിയായി പറഞ്ഞതുപോലെ, ഈ കോടതികൾക്കകത്ത് അഭിഭാഷകർക്ക് ഉള്ള അവകാശം തന്നെയാണ് മറ്റുള്ളവർക്കും എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മാധ്യമ പ്രവർത്തകരെ തടയുന്ന, അല്ലെങ്കിൽ അവർ വന്നാൽ അഭിഭാഷകരുമായി പ്രശ്നമുണ്ടാകുമെന്ന് പറയുന്ന പോലീസുകാർക്ക് അനുകൂലമായി എന്തിനാണ് ഈ പ്രമേയമൊക്കെ പാസ്സാക്കുന്നത്? അല്ല, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ആ പ്രമേയം എന്ന് പറയുന്നത് പേജ് നമ്പർ 1 കൂടെ വായിച്ചു തീർത്താലേ ആ പ്രമേയം പൂർണ്ണമാകും. അത് നിർഭാഗ്യവശാൽ ലാലും സമ്മതിക്കത്തില്ല, അജിത്ത് ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പേജ് നമ്പർ 1 എന്താണെന്ന് അതിൽ നോക്കാതെ ഇപ്പൊ അങ്ങേക്ക് അറിയാമോ? അറിയാം.
അഡ്വക്കേറ്റ് പ്രതിക്ക് അറിയാമോ? അത് വായിക്കട്ടെ. വായിക്കുന്നതിനോട് നമ്മൾ ഇത്രയും വലിയ വൈവിധ്യം പ്രകടിപ്പിക്കുന്നത് കേട്ടാത്തൊന്നും ഏതാണ്ട് അജിത്ത് വായിച്ചാലുള്ള കുഴപ്പം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ വായിക്കും. നല്ലത് സാറ് വായിക്കുന്നതായിരിക്കും ശരിയാണോ? വേണ്ട വിധത്തിലൊന്ന് ഗ്രഹിച്ച് നല്ലത്. അല്ല, ശാസ്ത്രമംഗലം അജിത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഇല്ലാത്തതും കൂടെ ചേർത്തും the deliberate attempt of some media persons to create problems in the Calicut District Court premises by obstructively parking a media van therein at about 8 a.m. on 30/7/2016 has been prevented by the timely intervention of the Calicut town. എന്താണ് അതിനകത്ത് പറയാനുള്ളത്? പറയൂ. കേക്കോ, കണ്ടെത്തിയ കാര്യം പറയൂ. മുഴുവൻ വായിച്ചോട്ടെ. കണ്ടെത്തിയ കാര്യം ചുരുക്കി പറയൂ. ആളുകൾക്ക് സമയം പോകുന്നു. ചുരുക്കി പറയൂ. ഇത് മുഴുവൻ ആളുകൾ വിചാരിക്കും ശാസ്ത്രമംഗലം അജിത്ത് വായിച്ചത്. രാവിലെ 8 മണിക്ക് ഡെലിബറേറ്റ് ആയിട്ട് കുറച്ച് മീഡിയ പേഴ്സൺസ് അവിടെ വന്നിട്ട് വന്നു പാർക്ക് ചെയ്തു. അല്ല, ആ ബാൻ വർക്ക് ചെയ്തത് ശരിയല്ല എന്ന് പോലീസ് പറഞ്ഞു. മീഡിയ പേഴ്സൺസ് വാസ് റിലക്റ്റന്റ് ടു ഒബേ ദ ലീഗൽ ഡയറക്ഷൻ ഓഫ് ദ പോലീസ് ടു റിമൂവ് ദ വാൻ. ദേ യൂസ്ഡ് അബ്യൂസീവ് ആൻഡ് പ്രൊവോക്കേറ്റീവ് ലാംഗ്വേജ് അഗൈൻസ്റ്റ് ദ പോലീസ്. ദ പോലീസ് ഓഫീസേഴ്സ് ബിഹേവ്ഡ് വെരി പൊളൈറ്റ്ലി ആൻഡ് ഡിഡ് നോട്ട് യൂസ് എനി ഫോഴ്സ്. എന്താ പ്രശ്നം? ഇതാണ് സംഭവം. ഇത് മീഡിയ പേഴ്സൺസ് പോലീസിനോട് ബിഹേവ് ചെയ്ത കാര്യം വായിച്ചത് അഭിഭാഷകർ എഴുതി വെച്ച പ്രമേയമാണ്. അവര് പോലീസിന് വേണ്ടി എഴുതി വെച്ച വക്കാലത്താണ് അങ്ങ് എഴുതി വെക്കുന്നത് പോലെ. ഇത് സത്യമാണെന്ന് ആര് പറഞ്ഞു? ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഒരു സെന്റൻസ് അതിന്റെ കൂടെ ചേർക്കാൻ എന്നെ ഒന്ന് അനുവദിക്കണം. കാരണം ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ പറഞ്ഞു. കാരണം അല്ല, ഈ പറഞ്ഞ പ്രമേയവും ഈ അന്വേഷണം വിധേയമാക്കണം. കാരണം ഇവരെയും കൂടെ കണ്ടു വേണം ഈ അന്വേഷണം നടത്താൻ. കോഴിക്കോട് ബാർ അസോസിയേഷന്റെ അഭിപ്രായം കൂടെ കണ്ടല്ലോ. പോലീസുകാരൻ ആ വിമോദ് കുമാർ ഒറ്റയ്ക്കാണെന്ന് കരുതണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കണ്ട പ്രമേയത്തിൽ വായിച്ച കാര്യങ്ങൾ കേട്ടല്ലോ. ഈ പ്രമേയത്തിലുള്ള കാര്യങ്ങളിൽ എഴുതി വെച്ചത് മുഴുവൻ അക്ഷരം പ്രതി വിശ്വസിക്കുന്നു ഈ അഭിഭാഷകരിൽ ചിലർ എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരിൽ ചിലരും ഈ അഭിഭാഷകരും നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസ് പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്ന അഡ്വക്കേറ്റ് പ്രജി അവിടെയും വിശ്വസിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. ഗൂഢശ്രമം ഉണ്ട് എന്ന് കരുതണ്ടേ? നമുക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ശ്രീ ജോർജ്. അതെ, ഞാൻ ഈ അവിടെ നടന്ന സംഭവം എന്തായാലും ആ SIക്ക് പറ്റിയൊരു പറ്റാണ്. അതിന് ഹൈക്കോടതിയുടെ പരിസരത്ത് വക്കീലന്മാരും ഈ മീഡിയക്കാരും തമ്മിലുള്ള ഒരു വഴക്കിന് പോലീസ് ന്യൂട്രലായിട്ട് അവിടെ നിന്നു. അതിനുശേഷം അതങ്ങ് വളർന്ന് വഷളായി കഴിഞ്ഞപ്പം ആവശ്യമില്ലാതെ പോലീസും മീഡിയക്കാരും തമ്മിൽ ഒരു റിഫ്റ്റായിട്ട് ഇത് വന്നു. പോലീസിന് പറ്റിപ്പോയി. പോലീസ് പിൻവാങ്ങണം. ഇവർ തമ്മിൽ അടിക്കുന്ന അടി ഈ അടുത്ത കാലത്തെങ്കിലും തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ സീനിയർ അഭിഭാഷകരും സീനിയറായുള്ള മാധ്യമക്കാരും ഈ പ്രശ്നം തീർക്കാനായിട്ട് ശ്രമിക്കണം. അത് കുറച്ച് കാലങ്ങളെടുക്കും, ഇത് തീരില്ല. അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ പൊതുജനങ്ങൾ ചിലപ്പോൾ ഇനി നിങ്ങൾ തമ്മിൽ അടിച്ചാൽ അത് കൈകാര്യം ചെയ്യേണ്ടി വരും എന്നുകൂടി ഓർപ്പിച്ചോളൂ. അതിനുള്ള സമയമായിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. എന്തായാലും പ്രശ്നമുണ്ട്, ആ പ്രശ്നം കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ഏത് രീതിയിലാണ് ജനങ്ങളെ ബാധിക്കുന്നത് എന്നാണ് ഷിജു ഖാനെ പോലുള്ളവർ മനസ്സിലാക്കുന്നത്. അത് ഷിജു ഖാൻ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വളരെ കുറച്ചാളുകൾ, അവർക്കെതിരെ കർശനമായ നടപടി വേണം, അത് കണ്ടെത്തണം. അതൊന്ന്. ഏറ്റവും അടിസ്ഥാനപരമായി ചർച്ച ചെന്ന് എത്തി നിൽക്കുക അപ്പോഴും കോടതിക്കകത്ത് പെരുമാറ്റച്ചട്ടം മാധ്യമപ്രവർത്തകർക്ക് മാത്രം മതിയോ എന്നുള്ളിടത്താണ്. അവിടെ അഭിഭാഷകർക്കുള്ള ബാർ അസോസിയേഷൻ പോലെയുള്ള കേന്ദ്രങ്ങൾ, അവരുടെ മുറികൾ, മീഡിയ റൂം പൂട്ടുകയാണെങ്കിൽ അതും പൂട്ടണ്ടേ? മറ്റുള്ള സംവിധാനങ്ങൾ ഒഴിവാക്കണ്ടേ? അങ്ങനെയുള്ള വാദങ്ങൾ കൂടി കൊണ്ടുവന്ന് ഇത് ഇരട്ടിയാക്കണമോ അതോ സമവായം വേണമോ? അത് വേണ്ടാത്തവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും.
മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള സൗഹൃദം നിലവിൽ പോറലേറ്റിട്ടുള്ള അവസ്ഥയിൽ കൂടുതൽ അത് നല്ല നിലയിലേക്ക് മെച്ചപ്പെടണം, നല്ല സൗഹൃദ ബന്ധമുണ്ടാവണം. മുൻ SP ബഹുമാന്യനായിട്ടുള്ള വ്യക്തി ഇവിടെ സൂചിപ്പിച്ചു, അഭിഭാഷകരും മാധ്യമങ്ങളും തമ്മിലുള്ള പ്രശ്നമൊന്നും പരിഹരിക്കാൻ പോകുന്നില്ല എന്ന്. അത് തെറ്റായ ഒരു സൂചനയാണ്. അത്തരം സൂചനകളല്ല വരേണ്ടത്. ഇന്നലകളിൽ എങ്ങനെയാണോ തികച്ചും സൗഹൃദപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ അവർ നിലനിന്നത് തുടർന്നുള്ള ഒരു കാലത്തും അതുണ്ടാവണം. പിന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ സംഭവത്തെ സംബന്ധിച്ച് ബഹുമാനനായ മുഖ്യമന്ത്രി വളരെ ഗൗരവത്തോടെ പ്രതികരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ തടയുന്നതിന് വേണ്ടി പോലീസ് നിൽക്കേണ്ടതില്ല എന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് സംസ്ഥാനത്തെ ഗവൺമെന്റിനുള്ളത്. കഴിഞ്ഞുപോയ സംഭവങ്ങൾ അത് കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ ഉപയോഗിക്കാതെ നല്ല സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നീതി പാലനം ശരിയായ നിലയിലേക്ക് പോകൂ. ഇവിടെ ഒട്ടേറെ കേസുകൾ നമുക്ക് തീർപ്പ് കൽപ്പിക്കാനുണ്ട്. ആ കേസുകളുടെ ശരിതെറ്റുകളെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് വിവരമെത്തേണ്ടതുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകരും മുതിർന്ന പത്രപ്രവർത്തകരും ഒരുമിച്ച് ഇരുന്നു കൊണ്ട് ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തേണ്ടത്. സംസ്ഥാന ഗവൺമെന്റ് അക്കാര്യത്തിൽ നല്ല ഇടപെടലാണ് നടത്തുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം UDF-ന്റെ നേതാക്കന്മാർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇത്തരം അവസരത്തെ ഉപയോഗിക്കരുത്. അതുകൂടി ദൗർഭാഗ്യകരമാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. ശ്രീ അജിത് കുമാർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഈ അധികരിച്ച് മുന്നോട്ട് പോകാതെ എല്ലാവരും ശ്രദ്ധിച്ച് തീർക്കേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഈ മാധ്യമ പ്രവർത്തകർക്കെതിരായി അഭിഭാഷകർ നിൽക്കുന്നത്, അവർ മീഡിയ റൂം ഉൾപ്പെടെയുള്ളത് തുറന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടിയാൽ അവിടെ നിന്ന് പുറത്താക്കാനുള്ള ഉത്തരവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, കോഴിക്കോട് പോലുള്ള സംഭവങ്ങളിലേക്ക് ദൗർഭാഗ്യകരമായി എത്തുന്നത്, ഈ ദിനേശ് മാത്യു മാഞ്ഞൂരാൻ്റെ പ്രശ്നത്തിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്നുള്ളതാണ്. ഇതിനെയൊക്കെ ഈ രീതിയിൽ അഭിഭാഷകരെ ഒന്നിപ്പിക്കുന്നത്, ചിലരെങ്കിലും ഒന്നിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഈ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ അവസാനിക്കാൻ അഭിഭാഷകർ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ, ഈ പ്രമേയം പാസാക്കലുകൾ തുടരുകയാണെങ്കിൽ, ഈ പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നിയമപരമായ രീതിയിൽ കോടതികൾക്കകത്തേക്ക് തൊഴിൽ എടുക്കാൻ പോകേണ്ട സാഹചര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാർ അസോസിയേഷൻ ഉൾപ്പെടെയുള്ളതും പൂട്ടാനും നിങ്ങൾ വാദിക്കേണ്ടി വരും. ഞങ്ങൾ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു കേസ് എടുത്തിട്ടുണ്ട്. ആ കേസിൽ പത്രപ്രവർത്തക യൂണിയൻ കക്ഷി ചേർന്നിട്ടുണ്ട്. ആ നിയമപരമായി അതിനുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾ തേടും. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞൊരു സ്പിരിറ്റിനെ ഞാൻ ഉൾക്കൊള്ളുന്നു. അതായത് പത്രപ്രവർത്തകരും അഭിഭാഷകരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. രണ്ട് കൂട്ടരും പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ആ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ രണ്ട് കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരുമാണ്. കാരണം അഭിഭാഷകരും മാധ്യമപ്രവർത്തകർക്ക് അനേകം വാർത്തകൾ ലഭിക്കുന്നത് മിക്കതും അഭിഭാഷകരിലൂടെയാണ്. അനേകം തിരിച്ച് മാധ്യമപ്രവർത്തകർ അഭിഭാഷകരെ അവരുടെ കരിയർ ഡെവലപ്മെൻറ്റ് വളരെയേറെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. ചെയ്യേണ്ടത് എന്താ? ഇതൊരു മുറിവാണ്. അത് ജോർജ് ജോസഫ് അദ്ദേഹം പറഞ്ഞതുപോലെ അത് ഉണങ്ങാതിരിക്കരുത്. സ്റ്റാറ്റസ് കോ നടത്തുക. മുമ്പ് എങ്ങനെയാണോ, എൻ്റെ പോയിൻ്റ്, ഹൈക്കോടതിയിൽ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ അതിനുള്ള കേസുകളും അതിനുള്ള ചർച്ചകളും ഒക്കെ നടന്നോട്ടെ. അതിന് മുമ്പ് എന്താണോ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് മൊത്തം പുനഃസ്ഥാപിച്ചുകൊണ്ട് അതിന് മുൻകൈ എടുക്കണം അഭിഭാഷകർ. അതിന് മാധ്യമപ്രവർത്തകർ പൂർണ്ണമായി അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അതുപോലെ എല്ലാം പുനഃസ്ഥാപിക്കുവാനും ആ സൗഹൃദം നിലനിർത്തുവാനും പുനഃസ്ഥാപിക്കുവാനും ഉള്ള ശ്രമം ശാസ്ത്രമംഗലം അജിത്ത് 10 സെക്കൻഡിൽ പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ സമനില തെറ്റിയ ഏതെങ്കിലും പോലീസുകാർ ഇനിയും ഉണ്ടാകാം, അവരോടൊപ്പം നിൽക്കാതെ ഈ പ്രശ്നത്തെ ആളിക്കത്തിക്കാതെ നിങ്ങളും കൂടെ നിൽക്കുമോ മാധ്യമപ്രവർത്തകർക്ക്? തീർച്ചയായിട്ടും ഞാനത് 100% ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് പ്രശ്നം, ഇത് രണ്ടും വളരെ ഡൈനാമിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസാണ്. അഭിഭാഷകരും അതെ, മാധ്യമപ്രവർത്തകർ വരെ. ഈ മാധ്യമപ്രവർത്തകർ ഗൺ പൗഡർ ആണെങ്കിൽ അഭിഭാഷകർ ഡൈനാമൈറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം തീവ്രമാവുന്ന പ്രശ്നം. അത് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാം. ബോത്ത് ഓഫ് us are powerful slots in the community. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കി അഡ്വക്കേറ്റ് പ്രജി, മീഡിയ റൂം തുറന്നു കൊടുക്കുകയല്ലേ വേണ്ടത്, അതോ ബാർ അസോസിയേഷൻ അടച്ചുപൂട്ടുകയാണോ ഇനി വേണ്ടത്? അതൊക്കെ രജിസ്ട്രാർ തീരുമാനിക്കേണ്ട കാര്യമല്ലേ? പ്രജി തീരുമാനിക്കുന്നത് എങ്ങനെയാ? അതിനകത്ത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അതൊക്കെ ഹൈക്കോടതി രജിസ്ട്രാറും ബന്ധപ്പെട്ട നിയമസംഹിതകളുമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതോട് ചേർത്ത് വെച്ച് ഒരു കാര്യവും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും ഇപ്പോഴും ഈ മീഡിയ റൂം തുറന്നു കൊടുത്തുകൊണ്ട് പത്രപ്രവർത്തകരുടെ തൊഴിൽ കോടതി മുറിക്ക് അകത്തേക്ക് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എത്തിക്കാൻ ഇപ്പോഴും ചില അഭിഭാഷകരുടെ മനസ്സ് വളരുന്നില്ല എന്നാണ് ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൂടി ശരിയാകുമ്പോഴേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ അജിത് കുമാർ, അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത്, അഡ്വക്കേറ്റ് പ്രജി, ശ്രീ ജോർജ് ജോസഫ്.
മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസിന്റെ വീഴ്ച സമ്മതിച്ച് DGP. മാധ്യമപ്രവർത്തകരെ സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ന്യായീകരണം ഇല്ലെന്നും DGP പ്രതികരിച്ചു.